സൂപ്പറായിട്ട് ഇടുന്നത് എന്നെ പയ്യും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. വലിയ എന്താ പറയാ, വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നൊരു എന്താ പറയാ, ഞാൻ തേച്ച് മക്കൾ പഠിക്കാൻ പോവാണ്. എന്റെ ഹെയറിൽ സാധാരണ നിങ്ങൾ എന്റെ ഷോർട്സ് ഒക്കെ സ്ഥിരം കാണുന്ന വ്യക്തികളാണെങ്കിൽ അറിയാം, ഞാൻ ഓരോ ദിവസം ഓരോന്ന് പരീക്ഷിക്കാറാണ്, അതും എന്റെ തലയിൽ. പിന്നെ പരീക്ഷിക്കാറുണ്ട് ചേച്ചിമാരെയും അനിയത്തി മീൻസ് ചേച്ചിമാരുടെ മക്കളെ തലയിലൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. അത് വേറെ ഒരു ധൈര്യമായിട്ട് തരാറുണ്ട് ആ തലകൾ. അല്ലാതെ എന്താ പറയാ, ഇപ്പൊ എല്ലാവർക്കും സ്ഥിരമായിട്ട് ഹെയർ കട്ട് ചെയ്യണം ഞാനാണ്. ഈ വീട്ടിലല്ല, ഈ കുടുംബത്തിലെ ഹെയർ കട്ട് ചെയ്യുന്ന ഞാനാണ്. അപ്പം ഇന്ന് എന്റെ ഹെയറില് ഈ മുടി ചപ്ര മുടി പോലെ ഇരിക്കണം കണ്ടിട്ട് ഒന്നും തോന്നണ്ട, മുടി ഷാമ്പൂ ചെയ്തിട്ടേക്കാണ്. അപ്പം കുളിച്ചിട്ട് വന്നിരിക്കുക, അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ കുളിക്കാറില്ല, ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്. അപ്പം മുടി എന്താ പറയാ ഷാമ്പൂ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഇന്നൊരു ഹെയർ കട്ടിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പാർലറിൽ പോവാതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ലാഭത്തിൽ നമുക്ക് മുടി വെട്ടാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഹെയർ ഒക്കെ കെട്ടിയിരുന്ന് അഴിച്ച് മാറ്റി. എന്നിട്ട് നമ്മള് ചെയ്യാൻ പോകുന്ന എന്റെ കേളി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് നോക്കാം എന്ന്. ഞാൻ ഇതുവരെയും ബട്ടർഫ്ലൈ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റെപ്പ് കട്ട് വെട്ടിയിട്ടിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിലെ ലെയർ പോലെ വെട്ടിയിട്ടിട്ടുണ്ട്, അങ്ങനത്തെ. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടും വെട്ടിയിട്ടിട്ടുണ്ട്. അല്ലാതെ വേറൊരു സ്റ്റൈലും വേറൊരു ഹെയർ കട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഈ ചെവിയുടെ പോർഷനല്ലേ ഇവിടെന്ന്, ആക്ച്വലി ചെവിയുടെ പോർഷനല്ലേ, അതായത് ഇവിടെ തള്ള വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളൊരു ബാൻഡ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാം. ഇങ്ങനെ ഓക്കെ. ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ബാക്ക് കാണിച്ചു തരാവേ. ബാക്ക് പോർഷൻ കാണിച്ചു തരാം. അപ്പൊ ഇതുപോലെയാണ് കെട്ടേണ്ടത്. ഇത്രയും പോർഷൻ നമ്മൾ എടുത്ത് കെട്ടണം. എന്നിട്ട് അടുത്തത് ഇത്രയും മിച്ചമില്ല, ഞാൻ ബാക്ക് പോർഷൻ കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കണം. ഇതുപോലെ ഇത്രയും പോർഷൻ എടുത്തിട്ട് നമ്മള് ഇതുപോലെ ഒരു ബാൻഡ് വെച്ച് നന്നായിട്ട് ചീകി ബാൻഡ് വെച്ച് കെട്ടണം. സെയിം ആയിട്ട് ഇതുപോലെ കെട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. കണ്ണി കൂടെ കിടക്കുമ്പോൾ എന്തോ പോലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതും കെട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇനി അടുത്തുള്ള പരിപാടി എന്താണെന്ന് ഞാൻ അടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഈ തുമ്പത്ത് ഒരു ബാൻഡും കൂടെ ഇങ്ങനെ ഇട്ട് കെട്ടി സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യണത് ഒരു ലെവലിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഈ പാർലറിലൊന്നും പോയി ചുമ്മാ പൈസ കളയണെന്തിന്, എത്ര രൂപയാവും പാർലറിൽ പോകുമ്പോൾ? 600-700 രൂപയാവും നമ്മൾ മുടി വെട്ടാൻ. അത് വീട്ടിൽ തന്നെ ചെയ്തുകൂടെ അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് കട്ട് ചെയ്യില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വെട്ടിയതാണ്, അതുകൊണ്ട് ഒരുപാട് കട്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ആദ്യത്തെ പോർഷൻ കട്ട് ചെയ്യാൻ പോവാണ്. ഈശ്വര, വളരെ ഇത്രയും വിളിക്കുന്നു. ഇത്രയും പോർഷനാണ് വെട്ടാൻ പോണത്.
ഇത്രയും വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെട്ടിയ പോർഷനിലോട്ട് ഇതാ ഇതുപോലെ സൈഡിലേക്ക് വെട്ടിയിട്ട് കൊടുക്കുക. അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൂടെ വെട്ടിയിട്ട് കൊടുക്കണം. സൈഡ് ഇതുപോലെ 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 വെട്ടിയിട്ട് കൊടുക്കണം. അപ്പോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. എന്താവും അറിഞ്ഞൂടെ. ഇനി സെക്കൻഡ് സ്റ്റെപ്പും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അത് നമ്മളത് ഇത്ര എടുത്തിട്ടുണ്ടേ. ആദ്യം വിട്ട് ഞാൻ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചേട്ടാ, ഡിസ്റ്റർബ് ആയി തോന്നി, അതുകൊണ്ടാണ്. ഇനി അടുത്ത പോർഷൻ നമ്മൾ വെട്ടാൻ പോവാണ്. അപ്പൊ അത് ഒരുപാട് കയറ്റി വെട്ടണില്ല, അത് ഈ ഒരു ലെവലിൽ വെട്ടണുള്ളൂ. ഓക്കെ, അതും വെട്ടിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എത്തണില്ല, ഈ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അതുപോലെ വെട്ടിയിട്ട് കൊടുക്കുക. വെട്ടി സെൽഫായിട്ട് വെട്ടുമ്പോ ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെയല്ല, കറക്റ്റാണ്. ഓക്കെ, എന്നിട്ട് നമുക്കിത് അഴിച്ചു നോക്കാതെ ഫസ്റ്റ് പോർഷൻ നോക്കാം. അപ്പൊ നമ്മളിത് വലിച്ചിളക്കാൻ പോവാണ്. ഭ്രാന്തിയെ പോലെ ഉണ്ട്. ഇനി അടുത്ത പോർഷൻ കൂടെ ഇളക്കട്ടെ, എന്നിട്ട് എങ്ങനെയാണോ നോക്കാം. ഈശ്വര മുടി, ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് വിചാരിക്കുന്നത് ഞാൻ വെട്ടിപ്പിടിച്ചതാണ്. ഹൈ, നൈസ് ആയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഞാൻ വെട്ടിയോണ്ട് പറയല്ല, നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാനൊന്ന് സെറം ഒക്കെ തേക്കുമ്പോഴത്തേക്ക് സെറ്റ് ആവും. ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അതും കൂടെ ഞാൻ ലാസ്റ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാല് എനിക്ക് കുറച്ച് പട്ടിശിവൊക്കെ കാണുകയുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്യാനുണ്ട്, അതും കൂടെ ചെയ്യട്ടെ. ഹെയർ ഉണ്ടോ ഇതുപോലെ കിടക്കും. ഇതിപ്പോ ഞാൻ ഷാംപൂ ചെയ്തോണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽ കിടക്കുന്നത്. കുറച്ചുകൂടെ എന്താ പറയാ. അപ്പോ ഇതാണ് ഫൈനലായിട്ട് നമ്മള് വെട്ടിയ സാധനം. കണ്ടോ എന്ത് ഭംഗിയായിട്ട് കിടക്കണേ അല്ലേ. ഒരു ബട്ടർഫ്ലൈയുടെ അതേ ഷേപ്പിലാണ് ഹെയർ. അതും നമുക്ക് കേളി ഹെയറിന് സൂപ്പർ ആയിരിക്കും, നല്ല രസമായിട്ട് കിടക്കും. പിന്നെ സ്ട്രെയിറ്റ് ഹെയറിനും നല്ലതായിരിക്കും. അവരിങ്ങനെ എന്താ പറയാ അയൺ ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ല രസമായിട്ട് കിടക്കും. ഇനി ചെയ്യാൻ പോകുന്നത്, എനിക്ക് കുറച്ച് ആക്രാന്തം കൂടുതലുള്ളതുകൊണ്ട് വേറൊന്നുമല്ല, എനിക്ക് ഇവിടെ കുറച്ച് മുടി വേണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കുറച്ച് എന്താ പറയുക കുറച്ച് പോർഷൻ എടുത്തിട്ട് അതൊന്ന് വെട്ടിയിടാൻ ഉദ്ദേശിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിന് എടുക്കുകയാണേ. ട്രയാങ്കിൾ ഷേപ്പ് എടുത്തിട്ട് കുറച്ച് പോർഷൻ ഇതുപോലെ ചരിച്ച് ഇങ്ങനെ നമ്മൾ വെട്ടിക്കൊടുക്കാം.
ചരിച്ച് വെട്ടിക്കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്താണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അങ്ങനെ പോയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ പോർഷനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സൈഡിലും കൂടെ ഞാൻ ഇതുപോലെ വെട്ടിയിട്ട് കൊടുക്കാണ് കേട്ടോ. ഇതുപോലെ വെട്ടി ഇട്ട് കൊടുക്കുകയാണ് മകളെ. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മളിതിന്റെ പോർഷനാണ്. ഒരു ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ സൈഡ് ഇതാക്കിയിട്ടാണ് വെട്ടാണ്ടത്. അപ്പൊ ഇതൊക്കെ ആ ഒരു ഇതിൽ കിടക്കും, തട്ടായിട്ട് കിടക്കും. സ്റ്റെപ്പായിട്ട് കിടക്കൂലേ, അതാണ് ഉദ്ദേശിച്ചത്. സോറി ഗൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെ അത് വെട്ടിയത്. അപ്പൊ ഇനി കുറച്ച് എന്റെ പട്ടി ഷൂ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇത്രയും സൂപ്പറായിട്ട് ഇടുന്നത് എന്റെ പൈക്കും അല്ല, ഇനി ആർക്കെങ്കിലും മുടി ഇടും. അപ്പോ എല്ലാവർക്കും എന്റെ ഹെയർ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല, നമ്മളെ വീഡിയോസ് കുറച്ച് പേർക്ക് എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ചിലപ്പം എന്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണണം, അത് കൊണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻസ് വരാത്തത്. സോ അതുകൊണ്ട് നിങ്ങൾ ചാനലിൽ കയറി എന്നെ രേഷ്മ പാറു വ്ലോഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചാനലിൽ കയറി ഇട്ട് നോട്ടിഫിക്കേഷൻ ബട്ടണ് ഓൾ ആണോ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാ ദിവസവും എന്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പാർലറിൽ പോയി 600, 700, 1000 രൂപയൊക്കെ കൊണ്ട് കളയുന്നതിന് പകരം നമ്മൾ വീട്ടിൽ തന്നെ ഈ ചുരുങ്ങിയ ചെലവിൽ ഒരു ചെലവുമില്ലാതെ ഒരു എന്താ പറയാ, ഒരു ഇത് വേണം, കത്രിക വേണം, അല്ലാതെ വേറൊരു സാധനം വേണ്ട. ഇപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വാച്ച് ചെയ്ത് പോവാ, അല്ലാതെ ലൈക്ക് ചെയ്യില്ല, ലൈക്കും കൂടെ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.